നമസ്കാരം, എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. 29/10/2022 നടന്ന പ്രോഗ്രാമർ എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 103/2022. സോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് A - B is equal to A intersection B complement. Second statement A - B union B - A is equal to A union B minus A intersection B. Third statement A - B intersection B minus A is equal to null. ഓക്കെ, സോ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഇതിന് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. A - B എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? സോ ഫസ്റ്റ് ഇവിടെ വരയ്ക്കാം. ഓക്കെ, A ഉണ്ട്, B ഉണ്ട്, ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് B അല്ലെ? സോ A - B എന്ന് പറഞ്ഞ എന്താണ്? എയിൽ നിന്ന് ബിയുടെ എല്ലാ ഭാഗങ്ങളും കുറച്ച് സബ്സ്ട്രാക്ട് ചെയ്ത്, സോ എയും ബിയും നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു പോർഷൻ നോക്കുക. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ പോർഷൻ ആണ്, എയുടെ പോർഷൻ ആണ് അല്ലെ? എ ഇന്റർസെക്ഷൻ ബി ആണിത്. ഓക്കെ, അപ്പൊ ബിയിൽ നിന്ന് നമ്മൾ എയിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ, ബി സബ്സ്ട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി ഉള്ള ഈ ഒരു പോർഷനും കൂടെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A - B കിട്ടും അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, A - B എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഏതാണ്? നെക്സ്റ്റ് A ഇന്റർസെക്ഷൻ B നോക്കണം അല്ലെ? A ഇന്റർസെക്ഷൻ B. അപ്പൊ നമുക്ക് വരയ്ക്കാം. A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ് അല്ലെ? സോ ഇതാണ് A, ഇതാണ് B. A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. അപ്പൊ B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിൽ ഇല്ലാത്ത പോർഷൻസ് അല്ലെ? സോ ബിയിൽ ഇല്ലാത്ത പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻസ് ഒന്നും പാടില്ല. ഇത്രയും പോർഷൻ, ഇതിനെയാണ് B കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. ബിയിൽ ഇല്ലാതെ പുറത്തുള്ള എന്തൊക്കെ പോർഷൻസ് ഉണ്ടോ അതെല്ലാം B കോംപ്ലിമെന്റ് ആണ്. B കോംപ്ലിമെന്റും ആയിരിക്കണം, എയുടെ അകത്തും ഉണ്ടായിരിക്കണം. അപ്പൊ B കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് എടുക്കുകയാണെങ്കിൽ ബിയിൽ ഇല്ലാത്ത പറഞ്ഞാൽ ഇതെല്ലാം ബിയിൽ ഇല്ലാത്ത പോർഷൻസ് ആണ്. ഈ പറഞ്ഞത് എല്ലാം ബിയിൽ ഇല്ലാത്ത പോർഷൻസ് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ബിയിൽ ഇല്ലാത്തതും എയിൽ ഉള്ളതുമായിട്ടുള്ള ഭാഗം ഹൈലൈറ്റ് ചെയ്യാണ്. സോ ഏത് കിട്ടും? ഈ പോർഷൻ തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും A - B എന്ന് പറയുന്നതും ഒന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ A - B ഇപ്പൊ നമ്മൾ ഇവിടെ വരച്ചത് ദിസ് ഇസ് A - B അല്ലെ? ഇത് A - B ആയിരുന്നു. സോ A - Bയും A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും സെയിം ആണ് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ നോക്കണ്ടേ? A ഇന്റർസെക്ഷൻ A - B യൂണിയൻ B - A. അപ്പൊ നമ്മൾ A - B ഓൾറെഡി കണ്ടുപിടിച്ചു. B - A എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? B - A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എയും ഇത് ബിയും ആണെങ്കിൽ B - A എന്ന് പറഞ്ഞാൽ എയിലെ ബിനകത്ത് എയുടെ പോർഷൻ റിമൂവ് ചെയ്തത് അല്ലെ? സോ ദിസ് ഇസ് B - A. ഇതാണ് B - A എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടും കൂടെ യൂണിയൻ ചെയ്യാം. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇത് രണ്ടും കൂടെ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും കിട്ടുക. ഈ രണ്ട് ഫിഗറും കൂടെ, അത് A - Bയും B - Aയും കൂടെ നമ്മൾ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും കിട്ടുക. ദിസ് ഇസ് A - B, A - B യൂണിയൻ B - A. ഓക്കെ, B - A. ദിസ് ഇസ് ദാറ്റ് ഫിഗർ. ഓക്കെ, സോ ഇത് എന്ന് പറയുന്നത് A യൂണിയൻ ബിയുടെ അകത്ത് നിന്ന് A ഇന്റർസെക്ഷൻ B സബ്സ്ട്രാക്ട് ചെയ്യുന്നതല്ലേ? അതെ, A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? A യൂണിയൻ B എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമാണ് A യൂണിയൻ B എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് ഏതാണ്? ഈ നടുക്കുള്ള ഈ ഒരു, ഞാൻ വേറെ കളർ വെച്ച് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു പോർഷൻ ആണ് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത്. മനസ്സിലായോ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത്. സോ ആ ഒരു പോർഷൻ A യൂണിയൻ ബിയിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ ഒരു ഫിഗർ തന്നെയല്ലേ ഇവിടെയും കിട്ടിയിരിക്കുന്നത്? A - B യൂണിയൻ B - A എന്ന് പറയുന്നത് A യൂണിയൻ ബിയിൽ നിന്ന് A ഇന്റർസെക്ഷൻ B സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതും കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ആദ്യത്തെ ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. A - Bയും B - Aയുടെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 5 ആണ്. ശരിയല്ലേ? A - B എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, ദിസ് ഇസ് A - B, ദിസ് ഇസ് B - A. ഇത് രണ്ടും കൂടെ നിങ്ങൾ ഇന്റർസെക്ഷൻ എടുത്ത് നോക്കൂ. അതിൽ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള പോർഷൻ ഉണ്ടോ? ഇല്ല, രണ്ടിലും കോമൺ ആയിട്ടുള്ള പോർഷൻ ഒന്നും തന്നെ ഇല്ല. സോ ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് ദം ഇസ് 5. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്?
കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദ എബവ് 1, 2 and 3 all are correct. Okay. So question നോക്കാം. Next question. Consider a vocabulary with only 4 preposition A, B, C and D. How many models are there for the following sentence B union C? Okay. So ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം, എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ ഈ എ ബി സി ഡി 4 വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. സോ ഈ 4 വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ഒരു ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാം. ഓക്കെ. സോ ട്രൂത്ത് ടേബിൾ വരുമ്പോ ഇങ്ങനെ വരും. സോ ഇവിടെ ഞാൻ സീറോസിനും വൺസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രൂ ഫോൾസിന് പകരം സീറോസ് ആൻഡ് വൺസ് ആണ് എടുക്കുന്നത്. സോ ഇവിടെ എങ്ങനെ വരും? ഓക്കെ. എ ബി സി ഡി. ഓക്കെ. സോ എക്ക് എന്തൊക്കെ വാല്യൂ? എക്ക് ആദ്യം 0 ഇടാം. 0 0 0 0. ശരിക്കും ട്രൂ ഫോൾസ് ആണ്. ഞാൻ ഇവിടെ ഫോൾസിന് 0യും ട്രൂന് 1 ആയിട്ടാണ് എടുക്കുന്നത്. 0 0 0 1 0 0 1 0 0 0 1 1 0 1 0 0 0 1 0 1 0 1 1 0 0 1 1 1 അല്ലെ? സോ ഇത്രയാണ് വരുന്നത്. ഇനി ഇതിനകത്ത് നിങ്ങൾ ബി യൂണിയൻ സി ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് എപ്പോഴൊക്കെയാണ് ഇതിൽ ട്രൂ വാല്യൂ വരിക എന്ന് നോക്കുക. ഓക്കെ. ഇപ്പോ ബിയിലോ സിയിലോ ഏതെങ്കിലും ഒന്നിൽ 1 വന്നു കഴിഞ്ഞാൽ ബി യൂണിയൻ സി 1 ആവും അല്ലെ? സോ ഫസ്റ്റ് കേസിൽ 0 ആണ്, സെക്കൻഡ് കേസിൽ 0 ആണ്, തേർഡ് കേസിൽ ഇവിടെ 1 ഉണ്ട്. സോ ഇവിടെ 1 വരും. അതുപോലെ ഫോർത്ത് കേസിൽ 1 വരും. ഇനി താഴോട്ട് എല്ലാത്തിലും ഒരു 1 എങ്കിലും വരുന്നുണ്ട് അല്ലെ? സോ 1 എല്ലാം വരും. എല്ലാ കേസിലും 1 വരും. ഓക്കെ. സോ 1 2 3 4 5 6 കേസസിൽ ഇവിടെ നമുക്ക് 1 വരും. ഓക്കെ. 6 കേസസിൽ ഇവിടെ 1 വരും. ഇത് ഞാൻ എക്ക് എല്ലാത്തിലും 0 ഇട്ടിട്ടുള്ള കേസാണ്. ഇതുപോലെ തന്നെ എക്ക് 1 ഇട്ടിട്ടുള്ള കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ. ഇപ്പൊ എ ബി സി ഡി എടുക്കുക. ഇവിടെ 1 വരും. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ 0 0 0 1 0 0 1 അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ. അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ബി യൂണിയൻ സിയിലെ എത്ര ടേംസ് 1 വരുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെയും നമുക്കൊരു 6 ടേംസ് ആണ് 1 ആയിട്ട് കിട്ടുക. ഓക്കെ. സോ ടോട്ടലി 12 ടേംസിൽ നമുക്ക് ട്രൂ എന്നുള്ളൊരു കേസ് വരും. സോ അത്രയാണ് മോഡൽസ് ക്രിയേറ്റ് ആവുന്നത്. ബി യൂണിയൻ സി എന്ന് പറയുന്നതിന് 12 മോഡൽസ് ആണ് വരിക. സോ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കുക. നമുക്ക് തന്നിരിക്കുന്ന വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ 4 എണ്ണം വേരിയബിൾസ് ഉണ്ട്. സോ 4 എണ്ണവും യൂസ് ചെയ്തിട്ട് ട്രൂത്ത് ടേബിൾ ഇടുക. അതില് എത്ര എണ്ണത്തില് നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനിൽ ട്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അതിന്റെ കൗണ്ട് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഈ കേസിൽ 12 ആണ് ആൻസർ വരിക. ഓക്കെ. Next question, what is the maximum cardinality of a relation R on a set S equal to XYZ such that R is antisymmetric? അപ്പൊ R ആന്റിസിമെട്രിക് ആയിട്ടുള്ള ഒരു റിലേഷൻ. അപ്പൊ ആന്റിസിമെട്രിക് എന്ന റിലേഷൻ എന്താണ്? ഇപ്പൊ നമുക്കറിയാം A റിലേറ്റഡ് ടു B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? there is a ടപ്പിൾ. ഈ റിലേഷനിൽ ഒരു ടപ്പിൾ A, B എന്ന് പറയുന്ന ഒരു ടപ്പിൾ ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ. സോ ഇവിടെ ആന്റിസിമെട്രിക് റിലേഷൻസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു എ എന്ന് നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ അസിമെട്രിക് റിലേഷൻ ആണെങ്കിൽ ഇവിടെ എയും ബിയും തുല്യമാവണം. അതായത് ഇങ്ങനെ ഒരു ടേം വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 3,2 എന്നൊരു പെയർ റിലേഷനിൽ ഉണ്ടെങ്കിൽ ദെൻ 2,3 എന്ന് പറയുന്ന ഒരു പെയർ റിലേഷനിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് അതിന്റെ റിവേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതാണ് ആന്റിസിമെട്രിക്കിൽ പറയുന്നത്. സോ അതിന്റെ റിവേഴ്സ് വരണമെങ്കിൽ ഈ എയും ബിയും ഒരേപോലെ ആയിരിക്കണം. അതായത് ഇങ്ങനത്തെ പെയർസ് ഓക്കെയാണ്. 3,3 എന്നുള്ള പെയർ അല്ലെങ്കിൽ 2,2 എന്നുള്ള പെയർ ഓക്കെയാണ്. പക്ഷെ 3,2 ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ 2,3 എന്നൊരു പെയർ ഉണ്ടാവാൻ പാടില്ല. അതാണ് ആന്റിസിമെട്രിക് റിലേഷൻസിന്റെ പ്രത്യേകത. സോ നമുക്ക് ഇവിടെ എത്ര ടേംസ് ഉണ്ട്? X, Y, Z ഉണ്ട്. ഏതൊക്കെ പെയർസ് നമുക്ക് ഇവിടെ വരും? ഇപ്പോ X, Y വെച്ചിട്ട് നമുക്ക് X, Y, Z വെച്ചിട്ട് ആദ്യം X, X എന്നൊരു ടേം വരാം. This is okay. Then എന്തൊക്കെ വരാം? X, Y വരാം, X, Z വരാം. Then Y വെച്ച് എന്തൊക്കെ വരാം? Y, X വരാം, Y, Y വരാം, Y, Z വരാം. Then ഇവിടെ ഇതിങ്ങനെ നോക്കാം. Z വെച്ച് എന്തൊക്കെ വരാം? Z, X വരാം, Z, Y വരാം,
സെഡ് കോമ സെഡ് വരാം. സോ ഇത്രയും കോമ്പിനേഷൻസ് ആണ് പോസിബിൾ. പക്ഷെ ഇവിടെ ആന്റി സിമെട്രിക്കിന്റെ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് കോമ എക്സ് ഓക്കെ, വൈ കോമ വൈ ഓക്കെ, സെഡ് കോമ സെഡ് ഓക്കെ. ഓക്കെ, ഞാൻ ഇനി വേറെ കളർ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാം. ഇനി എക്സ് കോമ വൈ എന്നൊരു പേര് നമ്മുടെ റിലേഷനിലുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്, എക്സ് കോമ വൈ എന്നുള്ള പേരുണ്ടാവാം. പക്ഷേ ഇത് ഉണ്ടെങ്കിൽ വൈ കോമ എക്സ് എന്നുള്ള പേര് ഉണ്ടാവാൻ പാടില്ല. അപ്പോ എക്സ് കോമ വൈ ഉണ്ടെങ്കിൽ വൈ കോമ എക്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ അതിനെ കട്ട് ചെയ്തു. ഓക്കെ, ദെൻ എക്സ് കോമ സെഡ് എന്നൊരു പേരുണ്ടെങ്കിൽ, എക്സ് കോമ സെഡ് എന്നൊരു പേരുണ്ടെങ്കിൽ, എക്സ് കോമ സെഡ് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ദെൻ സെഡ് കോമ എക്സ് എന്ന് പറയുന്ന ഈ പേര് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതിനെ നമ്മൾ കട്ട് ചെയ്തു ആന്റിസിമെട്രിക്കിന്റെ റൂള് പ്രകാരം. ഇനി ഇവിടെ നോക്കാം, ഞാൻ പറഞ്ഞു ഈ വൈ കോമ വൈ അല്ലെങ്കിൽ എക്സ് കോമ എക്സ് എന്ന് പറയുന്ന ടേംസ് ഒക്കെ ഓക്കെയാണ്. ദെൻ വൈ കോമ സെഡ് എന്നൊരു ടേം ഉണ്ടെങ്കിൽ സെഡ് കോമ വൈ എന്നുള്ള ടേം ഉണ്ടാവാൻ പാടില്ല. സോ ഇതിനെയും ക്യാൻസൽ ചെയ്തു. ഇത് ഓക്കെയാണ്. സെഡ് കോമ സെഡ് ഓൾറെഡി ഓക്കെയാണ്. സോ ഇവിടെ എത്ര ടേംസ് നമുക്ക് കിട്ടി? 1 2 3 4 5 6 എണ്ണം കിട്ടി അല്ലെ? അപ്പൊ അതാണ്, അപ്പൊ 6 ആണ് നമ്മുടെ മാക്സിമം കാർഡിനാലിറ്റി. മാക്സിമം എത്ര ടപ്പിൾസ് നമുക്ക് കിട്ടും? മാക്സിമം നമുക്ക് 6 ആണ് കിട്ടുന്നത്. സോ മാക്സിമം കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 6 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. n square plus n is dash for all n element of natural numbers. ഓക്കെ, സോ നാച്ചുറൽ നമ്പേഴ്സിലെ ഒരു നമ്പർ ആണ് n എന്ന് പറയുന്നത്. സോ n സ്ക്വയർ പ്ലസ് n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഇറ്റ് ഈവൻ, ഈസ് ഇറ്റ് ഓഡ്, ഈസ് ഇറ്റ് ഐദർ ഈവൻ ഓർ ഓഡ്, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക, ഒരു ഓഡ് നമ്പറിന്റെ പവർ, ഓക്കെ, അത് അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്, ഓഡ് നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മിക്കവാറും എന്താണത്? ദാറ്റ് ഈസ് ഓൾസോ എൻ ഓഡ് നമ്പർ. ഓക്കെ, ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. ദെൻ ഒരു ഓഡ് നമ്പറും മറ്റൊരു ഓഡ് നമ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഒരു നിങ്ങൾ ഏത് നമ്പർ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. ഒരു ഓഡ് നമ്പേഴ്സ്, രണ്ട് ഓഡ് നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ഓഡ് നമ്പറിന്റെ സ്ക്വയർ ഓൾറെഡി ഓഡ് ആണ്. ആ ഓഡിന്റെ കൂടെ സെയിം നമ്പർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ അഗെയിൻ ദാറ്റ് ഇസ് എൻ ഓഡ് നമ്പർ. സോ അത് ജനറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. പിന്നെ ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയർ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്താണ്? ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയർ ഓൾറെഡി എന്താണ്? ഈവൻ ആണ് അല്ലെ? ഈവൻ നമ്പറിന്റെ കൂടെ നമ്മൾ വീണ്ടും ഒരു ഈവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ദാറ്റ് വിൽ ഓൾവേസ് ജനറേറ്റ് ആൻ ഈവൻ നമ്പർ ഓൺലി അല്ലെ? സോ അത് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഈവൻ നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഓഡ് നമ്പർ നിങ്ങൾ എടുത്താലും ഈവൻ നമ്പർ നിങ്ങൾ എടുത്താലും സ്ക്വയർ കണ്ട് അതിന്റെ കൂടെ സെയിം നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ആവാൻ പോകുന്നത് എപ്പോഴും എന്താണ്? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. Next question, let P, this is a good question paper. Q, you should not come back here. Then, this is a great question paper and you should come back here is the best represented by. So, ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ P എന്താണ് പറയുന്നത്? P പറയുന്നത് this is a good question paper അല്ലെ? So, P പറയുന്നത് this is a good question paper. That is P. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് യു ഷുഡ് നോട്ട് കം ഹിയർ. കണ്ടോ, യു ഷുഡ് നോട്ട് കം ഹിയർ എന്നാണ് ക്യൂ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദിസ് ഇസ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ദിസ് ഇസ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് പി അല്ലെ? പിന്നെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ എന്താ കീവേഡ്? ആൻഡ് എന്നുള്ള കീവേഡ് വരുമ്പോ എന്താണ് അതിന്റെ അർത്ഥം? ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഇന്റർസെക്ഷൻ അല്ലെ? ആൻഡ് എപ്പോഴും നമ്മൾ ഇന്റർസെക്ഷൻ യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുക. ദെൻ യു ഷുഡ് കം ബാക്ക് ഹിയർ. കണ്ടോ, യു ഷുഡ് കം ബാക്ക് ഹിയർ എന്നാണ്. നമ്മുടെ ക്യൂവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യു ഷുഡ് നോട്ട് കം ബാക്ക് ഹിയർ എന്നാണ്. സോ ക്യൂവിന്റെ നേരെ കോംപ്ലിമെന്റ് അല്ലെ, അല്ലെങ്കിൽ എന്ത് നേരെ റിവേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യൂ കോംപ്ലിമെന്റ് കാണണം. മനസ്സിലായോ? ക്യൂവിന്റെ കോംപ്ലിമെന്റ് കാണണം. സോ പി ഇന്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെന്റ് ആണ് ഇതിന്റെ ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത്. Next question, in a group of 200 people, 50 can speak Hindi, 199 can speak English. How many can speak both Hindi and English? Okay, ഇപ്പൊ നമ്മളൊരു സെറ്റ് എടുക്കുകയാണ്. സോ ഇതൊരു സെറ്റ്. ഈ സെറ്റില് മൊത്തം ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നവരെ ഞാൻ എച്ച് എന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരെ ഞാൻ ഇ എന്നും റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരെ ഇ. ഓക്കെ, സോ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇവരുടെ കൗണ്ട് എന്ന് പറയുന്നത് 200 ആണ്.
സോ ഈ ഹിന്ദി സംസാരിക്കുന്നവരിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഉണ്ടാവും. ഓക്കെ, ഹിന്ദി സംസാരിക്കുന്നവരിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരിൽ ഹിന്ദി സംസാരിക്കുന്നവർ, അത് രണ്ട് ഭാഷയും സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവാം. മനസ്സിലായോ? സോ ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവും, ഹിന്ദി മാത്രം സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവും, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, സോ ടോട്ടൽ നമ്മുടെ കയ്യിൽ ഗ്രൂപ്പ് എത്രയാണ്? 200 പീപ്പിൾ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 200 എന്ന് പറയുമ്പോൾ എച്ച് യൂണിയൻ ഇ അല്ലെ, എച്ച് യൂണിയൻ ഇ എന്ന് പറയുന്നതാണ് 200 എന്ന് പറയുന്നത്. ഓക്കെ, എച്ച് യൂണിയൻ ഇ ആണ് 200. ഹിന്ദി മാത്രം സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ എണ്ണമാണ് 50 എന്ന് പറയുന്നത്. അതുപോലെ ഹിന്ദി മാത്രമല്ല, ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണമാണ് 50 എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ എണ്ണമാണ് 199 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ട് ഭാഷയും കൂടെ സംസാരിക്കുന്നവര്, അതായത് ഇംഗ്ലീഷും ഹിന്ദിയും, ഈ ഇന്റർസെക്ഷൻ പോർഷൻ, അത് എത്ര പേരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് എത്രയെന്നാ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എച്ച് യൂണിയൻ ഇയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? എച്ച് യൂണിയൻ ഇയിൽ നിന്ന് എച്ച് യൂണിയൻ ഇ എന്ന് പറയുന്നത് എച്ച് പ്ലസ് ഇ മൈനസ് എച്ച് ഇന്റർസെക്ഷൻ ഇ ആണല്ലോ. എച്ച് ഇന്റർസെക്ഷൻ ഇ ആണ്. ഓക്കെ, സോ ഇതില് എച്ച് പ്ലസ് ഇ എത്രയാന്ന് നമുക്കറിയാം. എച്ച് പ്ലസ് ഇ ഈസ് 50 പ്ലസ് 249 ആണ്. ഓക്കെ, എച്ച് പ്ലസ് ഇ ഈസ് 199 ആണ്. 199 ആണ്. എച്ച് പ്ലസ് ഇ മൈനസ് എച്ച് ഇന്റർസെക്ഷൻ ഇ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് ഇന്റർസെക്ഷൻ ഇ ആണ്. സോ എച്ച് ഇന്റർസെക്ഷൻ ദിസ് ഇസ് 200. സോ എച്ച് ഇന്റർസെക്ഷൻ ഇ എന്ത് കിട്ടും? എച്ച് ഇന്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത് ഇവിടെ 249 മൈനസ് 200 എന്ന് വരും. സോ ആൻസർ വിൽ ബി 49. മനസ്സിലായോ എങ്ങനെയാ വന്നതെന്ന്? മൊത്തം ആൾക്കാർ എന്ന് പറയുന്നത് 200 ആണ്. അതിൽ ഹിന്ദി സംസാരിക്കാൻ അറിയുന്നവര് 50 ആണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവര് 199 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ രണ്ട് ഭാഷയും കൂടെ സംസാരിക്കുന്നവരാണ്. സോ ഈ ടോട്ടൽ ആൾക്കാർ, അതിൽ നിന്ന് ഇന്റർസെക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് ഇന്റർസെക്ഷൻ ഇ കിട്ടും. ഈ രണ്ട് ഭാഷയും സംസാരിക്കാൻ അറിയാവുന്നവർ എത്രയാ കൗണ്ട് എന്നുള്ളത് കിട്ടും. സോ ആൻസർ വിൽ ബി 49. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇന്റീജർ സൊല്യൂഷൻസ് ആർ ദെയർ ടു ദ ഇക്വേഷൻ x1 plus x2 plus x3 plus x4 equal to 18 if x of xi less than greater than or equal to 0 for 1 less than or equal to I less than or equal to 4. Okay, so ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര വേരിയബിൾസ് ഉണ്ട്? 4 വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, സോ ഇതിനെ നമ്മൾ 6 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി സം ഓഫ് ദീസ് വേരിയബിൾസ് എത്രയാണ്? സം ഓഫ് ദീസ് വേരിയബിൾസ് ഇസ് 18 അല്ലെ. സോ അതിനെ n ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഹൗ മെനി ഇന്റീജർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്: n പ്ലസ് ആർ മൈനസ് 1 സി ആർ മൈനസ് 1. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോർമുല. സോ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 18 പ്ലസ് 4 മൈനസ് 1 സി ആർ മൈനസ് 1 എന്ന് പറയുമ്പോൾ 4 മൈനസ് 1 3. ഇതെന്ത് കിട്ടും? 18 പ്ലസ് 4 22 മൈനസ് 1 21 C3 എന്ന് കിട്ടും. സോ 21 C3 നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1330 എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് ട്രിക്ക് ആണ് ഇത്. ഇത് എന്താണ് ചെയ്തത്? ടോട്ടൽ എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കാം. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വേരിയബിൾസ് എല്ലാം നോൺ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ വേരിയബിൾസിന്റെ കൗണ്ട് എത്രയാന്ന് നോക്കുക, അതാണ് ആർന്ന് റെപ്രസെന്റ് ചെയ്തത്. ദെൻ ഈ വേരിയബിൾസിന്റെ സം എത്രയാന്ന് നോക്കുക, അതാണ് n എന്ന് റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇന്റീജർ സൊല്യൂഷൻ എന്ന് പറയുന്നത് n പ്ലസ് ആർ മൈനസ് 1 സി ആർ മൈനസ് 1 ആണ്. സോ നമുക്ക് ഇവിടെ 21 C3 എന്ന് കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1330 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നമ്പർ ഇസ് ചോസൺ അറ്റ് എ റാൻഡം എമംഗ് ദ ഫസ്റ്റ് 120 നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എക്സെട്ര അപ് ടു 120. The probability of the number chosen being a multiple of 5 or 15 is. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് എ നമ്പർ ഫ്രം 120 നമ്പേഴ്സ്. ഈ 120 നമ്പറിൽ നിന്ന് ഒരു നമ്പർ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്ര വരും? സോ ഞാൻ അതിനെ P1 എന്ന് പറയുന്നു. ദാറ്റ് ഈസ് 120 C1 ആണ്. സോ ആൻസർ വിൽ ബി 120. ഓക്കെ, 120 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ്, അതായത് ഈ സീരീസിനകത്ത്
എത്ര നമ്പേഴ്സ് 5-ന്റെയും 15-ന്റെയും മൾട്ടിപ്പിൾ ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് ഇതിൽ ഏതൊക്കെ വരും? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5, 10, 15, 20 ഇങ്ങനെ അപ് ടു 120. ഓക്കെ, സോ ഇത്രയും നമ്പേഴ്സ് ആണ് ഇതിനകത്ത് 5-ന്റെ അല്ലെങ്കിൽ 15-ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ കൗണ്ട് എത്രയാണ്? ഇത് 24 എണ്ണാണ് അങ്ങനെ ഉണ്ടാവുക. ഈ ഒരു 120 വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 24 നമ്പേഴ്സ് ആണ് 5-ന്റെയും 15-ന്റെയും മൾട്ടിപ്പിൾസ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് നമ്പർ ചോസൺ ബീങ് മൾട്ടിപ്പിൾ ഓഫ് 5 or 15 എത്രയായിരിക്കും? സോ നമുക്ക് വേണ്ട പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മള് ഇപ്പോ കിട്ടിയ കൗണ്ട് എത്രയാ? 24 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് അല്ലെ? ഈ 5-ന്റെയും 15-ന്റെയും മൾട്ടിപ്പിൾസ് എത്ര എണ്ണാണ്? 24 എണ്ണാണുള്ളത്. അത് 120 അല്ലെ? 120 ആണ് നമുക്ക് ഒരു നമ്പറിനെ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. സോ 24/120 ചെയ്യുക. സോ ആൻസർ വിൽ ബി 1/5. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. Next question. An urn contains 6 red balls and 6 black balls. In the first row, one ball is picked at a random and discarded without noticing its color. The probability to get a red ball in the second row is option A 13/22, option B 9/22, option C 1/22, option D 1/24. സോ ഇതെങ്ങനെയാ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ എത്ര ബോൾസ് ഉണ്ട്? 6 റെഡ് ബോളും 6 ബ്ലാക്ക് ബോളും ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രോയില് നമ്മളൊരു ബോൾ പിക്ക് ചെയ്തു. ഓക്കെ, അത് റെഡ് ആവാം, ബ്ലാക്ക് ആവാം. ഓക്കെ, രണ്ടാമത്തെ ഡ്രോനകത്തും റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 2 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് 1 എന്ന് പറയുന്നത് എന്താണ്? കേസ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്രോയില് നമ്മൾ ചൂസ് ചെയ്തത് എന്താണ്? റെഡ്. ഓക്കെ, ഫസ്റ്റ് റെഡ്, സെക്കൻഡും റെഡ്. ഓക്കെ, ഇത് കേസ് 1. കേസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തത് കിട്ടിയത് എന്താണ്? ബ്ലാക്ക്. സെക്കൻഡ് ചൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് റെഡ്. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് എപ്പോഴും റെഡ് കിട്ടണം. അപ്പൊ ഇങ്ങനെ 2 കേസസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ കേസ് 1ന്റെ പ്രോബബിലിറ്റി എന്താ വരിക? സോ കേസ് 1ന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത് എന്താ വരിക? സോ ഫസ്റ്റ് നമുക്ക് റെഡ് ചൂസ് ചെയ്യണം. സോ റെഡ് നമുക്ക് എത്ര എണ്ണത്തിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്? മൊത്തം നമ്മുടെ കയ്യിൽ 12 ബോൾസ് ഉണ്ട്. അതിനകത്ത് എത്ര എണ്ണാണ് റെഡ്? ആദ്യത്തെ കേസില് 6 എണ്ണവും റെഡ് ഉണ്ട് അല്ലെ? സോ 6 റെഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 6 റെഡ്, 12 ബോളിൽ നിന്ന് 6 റെഡിൽ നിന്ന് 12 ബോൾ മൊത്തം ഉണ്ട്. അതിനകത്ത് 6 എണ്ണം റെഡ് ആണ്. അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാനുള്ളതാണ് അല്ലെ? സോ എന്ത് വരും ഇവിടെ ആൻസർ? സോ ഇവിടെ ആൻസർ 6/12 എന്ന് വരും. ഓക്കെ, 6/12 എന്ന് വരും. 6/12 എന്നാണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, 6/12. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. 2 ഇവന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ? 2 ഇവന്റ്സ് നടക്കുന്നുണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത് നമുക്ക് റെഡ് തന്നെ എടുക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ ടോട്ടൽ റിമൈനിങ് ബോൾസ് എത്രയുണ്ട്? 11 എണ്ണേ ഉള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു ഒരെണ്ണം. ഓക്കെ, ഇപ്പൊ റിമൈനിങ് 11 ബോൾസ് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ എത്ര ബോൾസ് ആണ് റെഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്? 5 എണ്ണം അല്ലെ? കാരണം നമ്മൾ ആദ്യം എടുത്ത ബോൾ റെഡ് ആണ്. മൊത്തം 6 റെഡ് ബോൾസ് ആയിരുന്നു. അതില് ഒരു റെഡ് ബോൾ നമ്മൾ എടുത്തു. സോ ബാക്കി 5 റെഡ് ബോൾസ് ആണുള്ളത്. സോ ഇങ്ങനെ നമുക്ക് ആൻസർ ഇടും. സോ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/22 നമുക്ക് കിട്ടും. ഓക്കെ, അതവിടെ വെക്കാം. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ ആദ്യത്തെ ബോള് നമുക്ക് കിട്ടേണ്ടത് ബ്ലാക്ക് ആണ്. സോ ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/12 ആണ്. കാരണം 6 ബ്ലാക്ക് ബോൾ ആണുള്ളത്. 12 ബോൾസ് ആണ് ടോട്ടൽ. സോ അതൊന്ന് ഒരു ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി 6/12. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? സിനാരിയോ എന്താണ്? രണ്ടാമത് നമ്മൾ എടുക്കേണ്ടത് ബോൾ റെഡ് ആണ്. ഓക്കെ, സോ ടോട്ടൽ അവൈലബിൾ റെഡ് ബോൾസ് ഇപ്പൊ എത്രയാണ്? നമ്മൾ ആദ്യം എടുത്തത് ബ്ലാക്ക് ബോൾ ആണ്. സോ അവൈലബിൾ റെഡ് ബോൾസ് പറയുന്നത് ഇപ്പോഴും 6 ആണ്. ഇനി റിമൈനിങ് ബോൾസ് എത്രയുണ്ട്? 11 എണ്ണാണ് റിമൈനിങ് ബോൾസ് അല്ലെ? സോ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6/22 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണ്? സോ ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് ദ റെഡ് ബോൾ ഇൻ സെക്കൻഡ് റോ. സോ ഈ 2 കണ്ടീഷൻസും കൂടെ ആഡ് ചെയ്താൽ പോരെ? സോ P1 + P2 ആഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ശരിക്കുള്ള കണ്ടീഷൻ അല്ലെ? സെക്കൻഡ് റോനകത്ത് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി P1 + P2 ആണ്. സോ 5/22 + 6/22 നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ 1/2 എന്ന് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 companies A, B, B and C, A, B and C supply 25%, 35% and 40% of the notebooks to a school.
Past experience shows that 5%, 4%, and 2% of the notebooks provided by these companies are defective. If a notebook was found to be defective, what is the probability that the notebook was supplied by A? ഓക്കെ, അപ്പം 3 കമ്പനീസ് ഉണ്ട്, എ ബി സി. അതിൽ എ 25%, ബി 35%, സി 45% നോട്ട്ബുക്കുകൾ അങ്ങനെയാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. പഴയ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് എ സപ്ലൈ ചെയ്യുന്നതിൽ 5% ഡിഫക്റ്റീവ് ആണ്, ബി സപ്ലൈ ചെയ്യുന്നതിൽ 4% ഡിഫക്റ്റീവ് ആണ്, സി സപ്ലൈ ചെയ്യുന്നതിൽ 2% ഡിഫക്റ്റീവ് ആണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു നോട്ട്ബുക്ക് എടുത്തു. ഓക്കെ, സോ നോട്ട്ബുക്ക് എടുക്കുന്ന സമയത്ത് ആ നോട്ട്ബുക്ക് ഡിഫക്റ്റീവ് ആണ്. സോ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദിസ് നോട്ട്ബുക്ക് വാസ് സപ്ലൈഡ് ബൈ എ? എ ആണ് ഈ നോട്ട്ബുക്ക് സപ്ലൈ ചെയ്തതെന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നോട്ട്ബുക്ക് സപ്ലൈഡ് ബൈ എ. എ എന്ന് പറയുന്നത് എത്ര ശതമാനം നോട്ട്ബുക്ക് ആണ് സപ്ലൈ ചെയ്യുന്നത്? എ 25% നോട്ട്ബുക്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് എ, ഓക്കെ, അതായത് ആദ്യത്തെ ഒരു ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ മൊത്തം 100 ബുക്സ് ആണ് ഉള്ളതെന്ന് കണക്കാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർസെന്റേജ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ എത്ര പ്രോബബിലിറ്റി ആണുള്ളത്? ബി സപ്ലൈ ചെയ്യുന്നത് എത്ര എണ്ണാണ്? പി ഓഫ് എ, അതായത് എ എന്ന് പറയുന്ന ബുക്ക് സപ്ലയർ സപ്ലൈ ചെയ്യുന്ന ബുക്സിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? 25/100 ആണ്. സോ ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.25 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ ബി എത്രയാണ് ശതമാനമാണ് സപ്ലൈ ചെയ്യുന്നത്? ബി സപ്ലൈ ചെയ്യുന്നത് 35% ആണ്. സോ 35/100. സോ ആൻസർ നമുക്ക് 0.35 എന്ന് കിട്ടും. സിമിലർലി സി സപ്ലൈ ചെയ്യുന്നത് എത്ര ശതമാനമാണ്? 40% അല്ലെ? സോ 40/100 എന്ത് കിട്ടും? 0.4 എന്നുള്ള ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് കേസ് നമുക്കറിയാം, ഓരോന്നിന്റെയും ഓരോ ഇപ്പൊ എ സപ്ലൈ ചെയ്യുന്നതിലെ 5% എന്ന് പറയുന്നത് എന്താണ്? 5% ഡിഫക്റ്റീവ് ആണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഞാൻ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഡി ബൈ എ, അതായത് എ സപ്ലൈ ചെയ്യുന്നതിൽ ഡിഫക്റ്റീവ് പീസ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 5/100 ആണ്. സോ അതിനെ നമുക്ക് 0.05 എന്ന് റെപ്രസെന്റ് ചെയ്യാം. സിമിലർലി ഇതുപോലെ തന്നെ നമ്മൾ ബി ഡിഫക്റ്റീവ് പീസ് ബി സപ്ലൈ ചെയ്തതിലെ ഡിഫക്റ്റീവ് പീസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4% ആണ്. സോ 4/100 ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0.04 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലെ സി സപ്ലൈ ചെയ്യുന്നതിൽ ഡിഫക്റ്റീവ് പീസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 2%. സോ 2/100. സോ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0.02 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ്? നമ്മളൊരു ഡിഫക്റ്റീവ് ബുക്ക് എടുത്തു, അത് എ ആണ് സപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി ഇത് നമ്മൾ ചെയ്യുന്നത് ബേസ് തിയറം യൂസ് ചെയ്തിട്ടാണ്. സോ ഇതിനെ ഞാൻ പി ഓഫ് എ ബൈ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ, അതായത് എ സപ്ലൈ ചെയ്യുന്ന ബുക്സിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി, ആ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പി ഓഫ് ഡി ബൈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ സപ്ലൈ ചെയ്ത ബുക്കിനകത്തെ ഡിഫക്റ്റീവ് വരാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, സോ പി ഓഫ് ഡി ബൈ എ അത് മൾട്ടിപ്ലൈ ചെയ്യുക, അത് ഡിവൈഡഡ് ബൈ പി ഓഫ് എ, ഓൾറെഡി ടേംസ് ഞാൻ ഡിഫൈൻഡ് ആണ്, പി ഓഫ് ഡി ബൈ എ പ്ലസ് ഈ ഒരു ടേം പ്ലസ് ഇനി ഇതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിന്റെയും, അതായത് പി ഓഫ് ബി പ്ലസ് പി ഓഫ് ഡി ബൈ ബി, പി ഓഫ് ഡി ബൈ ബി, ഇത് വലിയ ടേം ആണ്, പ്ലസ് ഇതുപോലെ ഒരു ടേമും കൂടെ വരും, പി ഓഫ് സി ഇൻറ്റു പി ഓഫ് ഡി ബൈ സി. ഓക്കെ, സോ ഇതിങ്ങനെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, അതായത് പി ഓഫ് എ ബൈ ഡി എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 0.25 ഇൻറ്റു 0.05 നിങ്ങൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. താഴെ ഇതുപോലെ ഇതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് വരും അല്ലെ? സോ നിങ്ങൾക്ക് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.0345 എന്ന് ആൻസർ വരും. സോ ആൻസർ, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 25/69. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. Next question, the correlation coefficient lies in between option A 0 to infinity, option B -1 to 1, option C -1 to 0, option D -1 to infinity. So correlation coefficient ന്റെ range എത്രയാണ് വരുന്നത്? -1 to 1 ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. Next question, a circular queue of characters is implemented using a linear array whose first index is 1.
The array is currently contains the elements D dash dash A, B, C starting from index 1. Here dash denote empty slot. If 2 elements are deleted and 3 elements are added, what are the new positions of rear and front? Okay. So ഇതിന് നമുക്ക് ആദ്യം ഒരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് വരച്ചിട്ട്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് അല്ല സർക്കുലർ ക്യൂ വരച്ചിട്ട് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സർക്കുലർ ക്യൂ ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ നമുക്ക് 6 സ്ലോട്ടുകളാണ് ഉള്ളത്. ഓക്കെ. 1 2 3 4 5 6. ഓക്കെ. ഇങ്ങനെ 6 സ്ലോട്ടാണുള്ളത്. 1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ആരുണ്ട്? ഡി വന്നു. ഓക്കെ. ദെൻ 2 എംപ്റ്റി സ്ലോട്ടാണ്. അതിനുശേഷം എ, ബി, സി. ഓക്കെ. ഇങ്ങനെയാണ് നമ്മുടെ സ്ലോട്ടുകൾ പോകുന്നത്. അപ്പൊ 1 2 3 4, ഇത് 5 എന്ന് പറയുന്ന ലൊക്കേഷൻ, ഇത് 6. ഓക്കെ. സോ ഇങ്ങനെയാണ്, ഇത്രയാണ് ലൊക്കേഷൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ടിന്റെയും റയറിന്റെയും പൊസിഷൻസ് എങ്ങനെയാന്ന് നോക്കാം. ഫ്രണ്ടിന്റെയും റയറിന്റെയും പൊസിഷൻസ് നോക്കാം. സോ ഫ്രണ്ട് എപ്പോഴും എവിടേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക? നെക്സ്റ്റ് ആരെയാണോ ഏത് പോയിന്റിനെയാണോ നെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷനിലേക്കായിരിക്കും ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഫ്രണ്ട് ഇപ്പൊ കറന്റ്ലി എവിടേക്കാ പോയിന്റ് ചെയ്യുന്നത്? ഈ ഒരു ലൊക്കേഷനിലേക്ക്. അപ്പൊ ഇതാണ് ഇപ്പൊ കറന്റ്ലി ഫ്രണ്ടിന്റെ പൊസിഷൻ. ഓക്കെ. റെയർ ഇപ്പോഴും എവിടേക്കാ പോയിന്റ് ചെയ്യുന്നുണ്ടാവുക? എവിടെയാണോ നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് നിർത്തിയത് അവിടേക്കായിരിക്കും റെയർ പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. സോ റെയർ ഇപ്പൊ 1 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കായിരിക്കും കറന്റ് സിറ്റുവേഷൻ. ഇനി ഇവിടെ നമ്മൾ 2 എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ. 2 എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യാണ്. സോ 2 എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആരേനൊക്കെ ഡിലീറ്റ് ആയി പോകും? ഈ 4 എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആള്, ഈ എ ഡിലീറ്റ് ആവും, ബി ഡിലീറ്റ് ആവും. സോ ഇനി ഫ്രണ്ട് എവിടേക്കായിരിക്കും പോയിന്റ് ചെയ്യേണ്ടത്? ഈ 6 എന്ന് പറയുന്ന പൊസിഷനിലേക്കായിരിക്കും ഉണ്ടാവുക. സോ ഫ്രണ്ടിന്റെ പുതിയ ലൊക്കേഷൻ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ. ഫ്രണ്ട് ഇസ് നൗ പോയിന്റിംഗ് ഓൺ ടു 6. ഓക്കെ. ഇനി അതിനുശേഷം ഇവിടെ 3 എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യാണ്. സോ ഈ റയർ എന്നുള്ള പൊസിഷൻ, ഇത് ഇവിടെ ഒരു പൊസിഷൻ ആളെ നമ്മൾ ആഡ് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ഇപ്പൊ ഇവിടെ ഈ എ നമ്മൾ റിമൂവ് ചെയ്തല്ലേ ഓൾറെഡി. അപ്പൊ ഇവിടെ പുതിയ ആളെ ആഡ് ചെയ്തു. ഓക്കെ. സോ റയർ എന്ന് പറയുന്നത് ഇപ്പൊ പോയിന്റ് ചെയ്യുന്ന ഏത് ലൊക്കേഷനിലേക്ക്? അതെ, ഈ ഒരു പൊസിഷനിലേക്കാണ് റയർ പോയിന്റ് ചെയ്യുന്നത്. സോ റയറിന്റെ പുതിയ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് 4 ആണ്. ഓക്കെ. സോ അതാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ന്യൂ പൊസിഷൻസ് ഓഫ് റയർ ആൻഡ് ഫ്രണ്ട്. റയറിന്റെ പൊസിഷൻ 4ഉം ഫ്രണ്ടിന്റെ പൊസിഷൻസ് 1ഉം ആണ്. സോ ഓപ്ഷൻ ബി, 4 and 6 is the answer. Next question. The postfix expression of infix expression x raised to y by 5 by z 5 into z plus 10 is. So ഇതിന്റെ ഇൻഫിക്സ് എക്സ്പ്രഷന്റെ പോസ്റ്റ്ഫിക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെയാ പോസ്റ്റ്ഫിക്സ് കണ്ടുപിടിക്കുക? സ്കാൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ആദ്യം സ്കാൻ ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ആദ്യം ഓപ്പറാൻസ് വരുമ്പോൾ അതുപോലെ എടുത്ത് എഴുതുക. സോ എക്സ് നമ്മൾ എഴുതി, വൈ എഴുതി. ദെൻ ഓപ്പറേറ്റർ വരുമ്പോൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്തു? ഇടയിൽ വന്ന ഈ ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അതിനുശേഷം പിന്നെ സ്റ്റാക്കിലേക്ക് വരുന്ന ആരാണ്? സോ ദിസ് ഇസ് ദ സ്റ്റാക്ക് എന്ന് വിചാരിക്കുക. സോ അതിനുശേഷം ആര് വന്നു? സ്ലാഷ് അല്ലെ, ഡിവിഷൻ ഓപ്പറേറ്റർ വന്നു. സോ ഡിവിഷൻ ഓപ്പറേറ്റർ വരുന്ന സമയത്ത് ഡിവിഷൻ ഓപ്പറേറ്ററിനേക്കാൾ ഹയർ ആണ് ഇതിന്റെ പ്രസിഡൻസ് അല്ലെ, നമ്മുടെ പവർ ഓപ്പറേറ്ററിന്റെ പ്രസിഡൻസ്. നമ്മൾ അപ്പൊ ഇതിനെ നമ്മൾ പോപ്പ് ചെയ്തു. സോ അത് നമ്മൾ എടുത്ത് എഴുതി. അതിനുശേഷം നെക്സ്റ്റ് ബ്രാക്കറ്റ് ആണ്. സോ ബ്രാക്കറ്റ് വരുമ്പോൾ ബ്രാക്കറ്റിനെ ഇൻസേർട്ട് ചെയ്യുക. ബ്രാക്കറ്റിൽ വന്ന എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുക. ദെൻ സെഡ് വരും. അതിനുശേഷം ഇവിടെ സ്റ്റാർ ഓപ്പറേറ്റർ വന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. സോ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് എല്ലാത്തിനെയും പോപ്പ് ചെയ്യുക. ഓക്കെ. സോ നമ്മൾ സ്റ്റാർ പോപ്പ് ചെയ്തു. ഓപ്പറേറ്റർ മാത്രമാണ് ഉള്ളത്. ഓക്കെ. സോ അതിനുശേഷം പിന്നെ ആരാ വന്നത്? പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ ആണ് അല്ലെ? പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ വന്നു. സോ പ്ലസ് ഓപ്പറേറ്റർ വരുന്ന സമയത്ത് പ്ലസ് ഓപ്പറേറ്ററിനെക്കാട്ടും ഹയർ പ്രസിഡൻസ് ആണ് ഡിവിഷൻ ഓപ്പറേറ്ററിന്. സോ ഡിവിഷൻ ഓപ്പറേറ്ററിനെ പോപ്പ് ചെയ്തു. സോ ഡിവിഷൻ വന്നു. സോ അതിനുശേഷം പിന്നെ ഏതാണുള്ളത്? 10 എന്ന് പറയുന്ന ഒരു വാല്യൂ വന്നു. സോ 10ന് നമ്മൾ വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഇനി നമ്മുടെ പോപ്പ് ചെയ്യാനുള്ളത് നമ്മുടെ പ്ലസ് മാത്രമാണ്. സോ പ്ലസിന് നമ്മൾ പോപ്പ് ചെയ്തു. ഇതാണ് ഫൈനൽ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The maximum degree of any vertex in a simple graph with n vertices is. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് n-1. ഓക്കെ. സോ ഒരു സിമ്പിൾ ഗ്രാഫ് ആണ്, n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഡിഗ്രി അതിന് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ n-1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
given the hash function h of k is equal to k mod 3, what is the number of collisions to store the following sequence of keys? 15, 11, 34, 10, 98, 51, 37, 14, 16, 47. സോ ഇവിടെ ഹാഷിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹാഷിങ്ങിനകത്ത് ഇവിടെ എത്രയാണ്? കെ മോഡ് 3 ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മോഡ് 3 ആണ് ചെയ്യുന്നത്. അപ്പൊ എത്ര ലൊക്കേഷൻസ് ഉണ്ടാവും ആകെ അപ്പോ വാല്യൂസ് എന്ന് പറയുന്നത് 0 വരാം. മോഡ് 0 വരുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ലൊക്കേഷൻ വേണം, 1 വരുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ വേണം, 2 വരുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ. അങ്ങനെ 3 സ്ലോട്ടേ നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ 3 സ്ലോട്ടിലേക്ക് എന്തായാലും ആദ്യത്തെ 3 അലോട്ട്മെന്റ് കഴിയുമ്പോൾ, അതായത് 15 എന്നുള്ള സംഖ്യനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിസൾട്ട് നമ്മുടെ റിമൈൻഡർ വരുന്നത് 0 ആണ്. സോ നമ്മൾ ആദ്യം ഇവിടെ 15 ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം 11 എന്ന് പറയുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര വരും? 2 ആണ് റിമൈൻഡർ വരിക. സോ 11 നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യും. പിന്നെ 34 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ വരിക. സോ 34 നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ബാക്കി എത്ര എലമെന്റ്സ് വരുന്നുണ്ടോ? അപ്പൊ 1 ഇവിടെ ബാക്കി എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 അല്ലെ. ഈ 7 എലമെന്റ്സിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഈ 7 എലമെന്റ്സ് വരുമ്പോഴോ നമുക്ക് ഈ 7 എലമെന്റ്സ് വരുമ്പോൾ ഇവിടെ കൊളീഷൻ സംഭവിക്കും അല്ലെ. എല്ലാ പ്രാവശ്യം നമ്മൾ ഓരോന്നിനെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാറ്റിയിട്ടായിരിക്കും വെക്കുന്നതിന് വരിക. ഓക്കെ, സോ 7 എലമെന്റ്സ് വരുന്ന സമയത്ത് എന്തായാലും കൊളീഷൻ സംഭവിക്കും. കാരണം നമ്മുടെ ആകെ ഇത്രയും സ്ലോട്ടേ ഉള്ളൂ. ഓക്കെ, സോ ഈ 7 എലമെന്റ്സ് വരുമ്പോഴും കൊളീഷൻ ഉണ്ടാവും. സോ എത്ര നമ്പേഴ്സിൽ എത്ര കൊളീഷൻ സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് എന്താ ആൻസർ എഴുതാം? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഹാഷ് ഫംഗ്ഷൻ എഫ് ഈസ് defined as f of key equal to key mode 7 with linear probing is used to resolve collision. Insert the keys 37, 38, 72, 48, 98 and 11 onto the table index from 0 to 6. What will be the location of 11? Okay, so linear probing ആണ് യൂസ് ചെയ്യുന്നത്. കീ മോഡ് 7 ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ 11 എന്ന് പറയുന്ന എലമെന്റ് ഏത് ലൊക്കേഷനിലാണ് ഇൻസേർട്ട് ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ലീനിയർ പ്രോബിംഗ് ആണ്. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ 6 അല്ലെ 0 മുതൽ 6 വരെ സ്ലോട്ട് ഉണ്ട്. സോ നമുക്കത് വരയ്ക്കാം. 0, 1, 2, 3, 4, 5 and 6 അല്ലെ. ഇത്രയും സ്ലോട്ട് ആണുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ 35 മോഡ് 7 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 2. സോ 37 ഇവിടെ വരും. ദെൻ 38 മോഡ് 7 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 3 ആണ് വരിക. സോ 38 ഇവിടെ വരും. ദെൻ 72 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 2 ആണ് വരുന്നത്. 2 ഓൾറെഡി 37 ഉണ്ട്. സോ ഇനി എം ടി ആയിട്ടുള്ള സ്പേസ് എവിടെയാണ്? 4 സോ 72 ഇവിടെ വരും. ദെൻ 48 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 6 ആണ്. സോ 48 ഇവിടെ വരും. അതിനുശേഷം 98 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 0 ആണ് വരുന്നത്. സോ ഇവിടെ 98 വരും. അതിനുശേഷം 11 ആണ് വരുന്നത്. ഇപ്പൊ 11 വരുമ്പോൾ 11 ശരിക്കും എത്രയാണ്? 7 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ 4 ആണ് വരുന്നത്. പക്ഷെ 4th ലൊക്കേഷനിൽ ഓൾറെഡി എന്തുണ്ട്? 72 ഉണ്ട്. സോ നമ്മൾ 11 ഇവിടെ കൊണ്ടുപോയി വെക്കും. ഓക്കെ, സോ 11 എന്ന് പറയുന്നതിന്റെ ഇൻഡെക്സ് പൊസിഷൻ എത്രയാണ്? 5. അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് 11? സോ 11 സ്റ്റോർ ചെയ്തത് 5 എന്ന് പറയുന്ന ലൊക്കേഷനാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. Next question, what is the maximum height of any tree with single node is 0? Okay, so 7 നോഡ് വരുന്ന മാക്സിമം ഹൈറ്റ് വരുന്ന ഒരു ഏവിയൽ ട്രീ എങ്ങനെ വരയ്ക്കാം? ഈ ഒരു ഫിഗർ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിന്റെ ഹൈറ്റ് ഒക്കെ കണ്ട് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഒരു ട്രീ ആണ് ബേസിക്കലി മാക്സിമം ഹൈറ്റിൽ വരുന്ന ട്രീ, 7 നോഡ്സ് വെച്ചിട്ട്. സോ ഇതിന് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഹൈറ്റ് കണ്ടിട്ട് ബാലൻസ്ഡ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ബാലൻസ്ഡ് ആണോ നിങ്ങൾ നോക്കി നോക്കുക. സോ ട്രീ വിത്ത് മാക്സിമം ഹൈറ്റ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും? ഹൈറ്റ് എത്ര വരും? ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. ഇവിടെ 0 വെച്ചിട്ട് എടുക്കാനാണ് പറഞ്ഞത്. 0, 1, 2, 3. സോ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ് വരിക. സോ ഈ ട്രീ ഏവിയൽ ട്രീയുടെ എല്ലാ കണ്ടീഷൻസും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ബാലൻസിങ് ഫാക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി, 3 എന്നുള്ളതാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കീവേഡ് ഇൻ സി ലാംഗ്വേജ്. സി ലാംഗ്വേജിലെ കീവേഡ് അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രിംഗ്, ഓട്ടോ, ലോങ്, സൈസ് ഓഫ്. ഓക്കെ, സോ ഇതില് ഏതാണ് കീവേഡ് അല്ലാത്തത്?
സ്ട്രിങ് അല്ലെ, ഓപ്ഷൻ എ സ്ട്രിങ് ആണ് ഇവിടെ കീവേഡ് അല്ലാത്തത്. ബാക്കി എല്ലാം തന്നെ കീവേഡ്സ് ആണ്. സി ലാംഗ്വേജിൽ ടോട്ടലി 32 കീവേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു കീവേഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി പ്രോഗ്രാം? താഴെ തന്നിരിക്കുന്ന സി പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കാം, സ്വിച്ച് കേസ് ആണ്. സോ ഇവിടെ ഐയുടെ വാല്യൂ 0 ആണ് ഇനീഷ്യലി. സോ ഫോർ ഐ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് ഐ ലെസ് ദാൻ 20 ആണെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് കേസിനകത്തേക്ക്, ഈ ലൂപ്പിനകത്തേക്ക് കിടക്കുകയാണ്. സോ ഫസ്റ്റ് കേസിൽ ഐയുടെ വാല്യൂ എത്രയാണ്? ഐയുടെ വാല്യൂ 0 ആണ്. സ്വിച്ച് കേസിൽ കടന്നു. 0 എന്ന് പറയുന്നത് ഏത് കേസായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഈ ഫസ്റ്റ് കേസായിട്ട് അല്ലെ, ഈ ഫസ്റ്റ് കേസായിട്ട് 0 മാച്ച് ചെയ്യുന്നു. സോ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണ്? i+5 ആണ്. സോ ഐയുടെ വാല്യൂ എന്തായി മാറും? ഐയുടെ വാല്യൂ 5 ആയിട്ട് മാറും. ഓക്കെ, ഈ 5 ആയിട്ട് മാറിയതിന് ശേഷം നേരെ നമ്മൾ സ്വിച്ച് കേസിന്റെ പുറത്തേക്ക് കടക്കില്ല, കാരണം ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ല. ഓക്കെ, സോ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് തരാത്തത് കൊണ്ട് താഴെയുള്ള എല്ലാ കേസുകളും അവിടെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഒരു ബ്രേക്ക് കാണുന്നത് വരെ നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഈ i+5 നടന്നതിന് ശേഷം i+2 നടക്കും. സോ i+2 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എന്തായി? 7 ആയി. ദെൻ അഗെയിൻ +5 നടക്കും. ഓക്കെ, അപ്പൊ 7 + 5 എന്ന് പറയുമ്പോൾ എന്തായി? ഐയുടെ ഓക്കെ, അതിനുശേഷം എന്താണ്? i+4 നടക്കും. ഓക്കെ, അപ്പൊ 12 + 4 എന്ത് ആൻസർ വരും? ഐയുടെ വാല്യൂ എന്ത് വരും? 16 ആവും. മനസ്സിലായോ? സോ ഐയുടെ വാല്യൂ 16 ആയി. സ്വിച്ച് കേസിലെ എല്ലാ കേസസും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷമാണ് ബ്രേക്ക് നടക്കുന്നത്. അപ്പൊ നമ്മൾ അതിനുശേഷമാണ് സ്വിച്ചിന്റെ പുറത്തേക്ക് വരുന്ന ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നത്. പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ എന്ത് ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ ആദ്യം വരിക? 16 എന്നുള്ള വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താണ്? നമ്മുടെ ഈ 4 കേസിന്റെ i++ ആണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ i++ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 17 ആണ്. ഐയുടെ വാല്യൂ ഇപ്പോ 17 ആണ്. ഈ 17 എന്ന് പറയുന്നത് അഗെയിൻ ലെസ് ദാൻ 20 ആണ്. അപ്പൊ അഗെയിൻ നമ്മൾ എങ്ങോട്ടേക്ക് വന്നു? സ്വിച്ച് കേസിനകത്തേക്ക് വന്നു. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഇപ്പൊ 17 ആണ് ഐയുടെ വാല്യൂ. സോ ഈ കേസിൽ ഏതായിട്ടാണ് മാച്ച് ചെയ്യുക? ഡിഫോൾട്ട് എന്ന് പറയുന്നത് അല്ലെ, ഒരു കേസായിട്ട് മാച്ച് ചെയ്യില്ല. സോ നേരെ നമ്മൾ ഡിഫോൾട്ടിലേക്ക് പോകും. സോ ഡിഫോൾട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐയുടെ വാല്യൂ i+4 ചെയ്യുന്നു. സോ 17 + 4 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എന്തായി മാറും? 21 ആയിട്ട് മാറും. ദെൻ നമ്മൾ സ്വിച്ച് കേസിന് പുറത്തേക്ക് വന്ന് ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ പ്രിന്റ് കേസിൽ ഐയുടെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. സോ ഐയുടെ വാല്യൂ 21 പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം അഗെയിൻ നമ്മൾ ഈ ഫോർ ലൂപ്പിൽ i++ ചെയ്യും. സോ ഐയുടെ വാല്യൂ ഇപ്പൊ എന്തായി മാറി? 21 എന്നുള്ളത് മാറി. ഐയുടെ വാല്യൂ ഇപ്പോ 22 ആയി. ഓക്കെ, സോ ഈ 22 എന്ന് പറയുന്നത് ലെസ് ദാൻ 20 ആണോ? അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 16 21 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇനീഷ്യലൈസേഷൻ ഓഫ് 2D അറേസ് ഇസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ഇനീഷ്യലൈസേഷൻ? 2D അറേയുടെ കറക്റ്റ് ഇനീഷ്യലൈസേഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇതില് ബേസിക്കലി ഫസ്റ്റും സെക്കൻഡും ഇത് രണ്ടും മാത്രമാണ് കറക്റ്റ് ഇനീഷ്യലൈസേഷൻ. ബാക്കി തന്നിരിക്കുന്ന എല്ലാം റോങ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി 1 and 2 ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ സി പ്രോഗ്രാമിംഗിൽ നിന്നാണ്. ഇവിടെ നമ്മൾ ഇവിടെ ഒരു മാക്രോ ഡെഫിനേഷൻ കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, സ്ക്വയർ ഓഫ് x ഈക്വൽ ടു x ഇൻറ്റു x എന്ന് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ കോള് വിളിക്കുന്ന സമയത്ത് കണ്ടോ, സ്ക്വയർ ഓഫ് 6 എന്ന് വിളിക്കുമ്പോൾ ഇവിടെ എന്താ ബേസിക്കലി സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ആ ഒരു വാല്യൂ ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ x ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6 ഈ ഒരു എക്സ്പ്രഷൻ അങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുക ചെയ്യുന്നത്. സോ ഇവിടെ ആദ്യം എന്ത്, ഇനി നമ്മുടെ ഈ എക്സ്പ്രഷൻ നോർമലി ഇവാലുവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്ത് എക്സിക്യൂട്ട് ചെയ്യും? 36/6 എക്സിക്യൂട്ട് ചെയ്യും. ആൻസർ വരിക 36/6 എന്ന് പറയുമ്പോൾ 6 റിസൾട്ട് വരും. ദെൻ അത് ഇൻറ്റു 6. സോ റിസൾട്ട് ഫൈനലി എക്സിൽ എന്താ വരിക? ഫൈനലി റിസൾട്ട് എക്സിൽ 36 ആണ് വരിക. അതാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സോ ഫൈനൽ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 36. മനസ്സിലായോ എന്താ വന്നതെന്ന്? ഇവിടെ എന്താണോ എക്സ്പ്രഷൻ പറഞ്ഞിട്ടുള്ളത്, സ്ക്വയർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് ആണ്. സോ സ്ക്വയർ ഓഫ് 6 എന്ന് വന്ന് വിളിക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ എന്താണോ അത് അതുപോലെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, 6/6 വരും. എന്നിട്ട് നമ്മൾ ഈ എൻറ്റയർ എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. സോ ആദ്യം 36/6 ഇവാലുവേറ്റഡ് ആവും. അതിനുശേഷം റിസൾട്ട് ഇൻറ്റു 6 ആണ് എക്സിക്യൂട്ട് ആവുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് 36. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കെ മാപ്പ് യൂസ് ചെയ്ത് റിഡക്ഷൻ ചെയ്യാനുള്ളതാണ്. സം ഓഫ് പ്രൊഡക്ട്സ് കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ടേംസ് ഡോണ്ട് കെയർ ടേംസ് ആണ് തന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംപ്ലിഫൈഡ് ഫോം എന്താന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, കെ മാപ്പ് റിഡക്ഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് വരയ്ക്കണം?
കെ മാപ്പ് വരയ്ക്കണം. ഓക്കെ, സോ കെ മാപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സോ 4x4 ആണല്ലോ അല്ലെ, 4 ടേംസ് ഉണ്ട്. സോ പി ക്യൂ എന്ന് പറയുന്നതിന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു, ആർ എസിന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ടേംസ് 0 0 0 1 1 1 1 0. ഓക്കെ, ഇവിടെ 0 0 0 1 1 1 1 0. ഓക്കെ, ഇത്രയാണ് ടേംസ്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരോ പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം 0 നമുക്ക് മാർക്ക് ചെയ്യാം. 0 0 0 0 0 ഇവിടെ വരും. ദെൻ നമുക്കറിയാം 2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡോൺ കെയർ ടേം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 0 1 0 ആണ് 2 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ ഡോൺ കെയർ ടേം. ദെൻ 5 എന്ന് പറയുന്നത് ഇവിടെ ഒരു ടേം ആണ്. 5 എന്ന് പറയുന്നത് 0 0 0 1 0 1 അല്ലെ, സോ ഇവിടെ വരും ഒരു ടേം. ദെൻ 7 എന്ന് പറയുന്നത് ഡോൺ കെയർ ടേം ആണ്. സോ 0 1 1 ഡോൺ കെയർ ടേം ആണ്. അതിനുശേഷം 8 വന്നു. 8 എന്ന് പറയുന്നത് എന്താണ്, 8 നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് 1 0 0 0 ആണ് അല്ലെ 8 എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ 8 ഡോൺ കെയർ ടേം ആണ്. സോ ഇവിടെ ഡോൺ കെയർ ടേം നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ 13 ആണ് ഡോൺ കെയർ വരുന്നത്. 13 എന്ന് പറയുന്നത് 1 1 0 1 ആണ്. സോ ഇവിടെ ഡോൺ കെയർ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതല്ലാതെ വരുന്നത് 10ഉം 15 ഇവിടെ ആയിട്ട് 10ഉം 15ഉം വരും. ഓക്കെ, സോ ഇത്രയും ടേംസ് ആണ് വരുന്നത്. ഇനി ഇതിനെ മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാ മാപ്പ് ചെയ്യുക? ഈ 4 എണ്ണത്തിനെ ഒരുമിച്ച് ഞാൻ വേറെ കളർ വെച്ച് കാണിക്കാം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ 4 എണ്ണത്തിനെ ഒരുമിച്ച് നമുക്ക് മാപ്പ് ചെയ്യാം അല്ലെ. സോ ഈ 4 എണ്ണത്തിനെ ഒരുമിച്ച് മാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ടേം ഏതാണ്? ഈ ഒരു ടേംസ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ പിയും ക്യൂവും കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഏതാണ്? ക്യൂ ആണ്. അപ്പൊ ക്യൂ. ഇനി ഇവിടത്തെ കേസിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ആരാണ്? ആറും എസും പി ക്യു ആർ എസ് ആണ് അല്ലെ. സോ ആർ എസ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സോറി എടുത്തത് മാറിപ്പോയി, പി ക്യു ആർ എസ് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് ആരാണ് നിൽക്കുന്നത്? ക്യൂ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ കേസിൽ കോൺസ്റ്റന്റ് ആയിട്ട് ആരാണ് നിൽക്കുന്നത്? എസ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ക്യൂ എസ് എന്നുള്ള ടേം നമുക്ക് ആദ്യത്തെ ഈ ഒരു റിഡക്ഷനിൽ നിന്ന് ക്യൂ എസ് കിട്ടി. ഇനി ഈ 4 ടേംസിന് നമുക്ക് ഒരുമിച്ച് മാപ്പ് ചെയ്യാലോ. ഓക്കെ, ഈ 4 ടേംസിന് നമുക്ക് ഒരുമിച്ച് മാപ്പ് ചെയ്യാം. ഈ 4 ടേംസിന് ഒരുമിച്ച് മാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ടേം ഏതാ? ഈ 2 ടേംസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ 4 ടേംസ് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 2ഉം ഇവിടെ 2ഉം അല്ലെ. അപ്പൊ ഇവിടെ 2ൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? ക്യൂ ബാർ. ഓക്കെ, ക്യൂ ബാർ. ദെൻ ഇത് നോക്കുന്ന സമയത്ത് അല്ലെ, ഈ 2 ടേംസ് വെച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ടേം ആരാണ് അല്ലെ? ഇനി ഈ 2 റോ ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. ഈ 2 റോ ഇത് നോക്കുമ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് എസ് ബാർ ആണ്. സോ ക്യൂ ബാർ എസ് ബാർ. ഓക്കെ, നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ക്യൂ എസ് പ്ലസ് ക്യൂ ബാർ എസ് ബാർ ആണ്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഓപ്ഷൻ ബി, ക്യൂ ബാർ എസ് ബാർ പ്ലസ് ക്യൂ എസ്. ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പൊ നമ്മൾ ഇതിനെ 4 എണ്ണത്തിനെ ഒരുമിച്ച് മാപ്പ് ചെയ്തു, ഈ 4 എണ്ണത്തിനെ ഒരുമിച്ച് മാപ്പ് ചെയ്തു. അങ്ങനെ 2 മാപ്പിങ്ങോടുകൂടി നമ്മുടെ മൊത്തം എലമെന്റ്സ് അവിടെ വന്നു കഴിഞ്ഞു. സോ ക്യൂ എസ് പ്ലസ് ക്യൂ ബാർ എസ് ബാർ ആണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given the code word 111001010 to be transmitted with an even parity check bit, the encoded word to be transmitted for this code is. Okay, so ഇവിടെ ഈവൻ പാരിറ്റി ചെക്ക് ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈവൻ പാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്പർ ഓഫ് വൺസ് എത്രയുള്ളത് നോക്കാം ആദ്യം. 1 2 3 4 5 അല്ലെ, 5 വൺസ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ ഇതിനെ ഈവൻ പാരിറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് ഒരു ഈവൻ നമ്പർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഈവൻ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ എത്ര വണ്ണും കൂടെ ആഡ് ചെയ്യണം? ഒരു വണ്ണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊരു ഈവൻ പാരിറ്റി ആവും. ഓക്കെ, ഈവൻ നമ്പർ ആവും, ഈവൻ നമ്പർ ഓഫ് വൺസ് ആവും. ഓക്കെ, ഒരു വണ്ണും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു വണ്ണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് വൺസ് ആവും. സോ ദാറ്റ് ഇസ് ദ എൻകോഡഡ് വേർഡ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ടു ഡിസൈൻ എ ഡെക്കേഡ് കൗണ്ടർ ഇസ്. ഡെക്കേഡ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണമെന്നാണ്. സോ ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. സോ 9 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എത്ര ബിറ്റ്സ് വേണം? 9 എന്ന് പറയുന്ന നമ്പറിനെ
നമുക്ക് റെപ്രസെന്റ് 4 ബിറ്റ്സ് ഉണ്ടെങ്കിൽ 9 എന്ന് പറയുന്നതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാക്സിമം 4 ബിറ്റ്സ് വേണം. ഓക്കെ, സോ 4 ബിറ്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നതും 4 തന്നെയായിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ഡിസിപ്പേഷൻ ഇസ് മിനിമം ഇൻ. പവർ ഡിസിപ്പേഷൻ ഏറ്റവും കുറവ് ഏതിലാണ്? സിമോസിലാണ് ഏറ്റവും കുറവ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ, സിമോസ്. Next question, which addressing mode is used in the given 8086 instruction move AX 123/4H? Okay, ഇത് ഏത് ഇൻസ്ട്രക്ഷൻ ആണ്? ഇൻസ്ട്രക്ഷൻ മോഡ് ആണ്. ദിസ് ഇസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് അല്ലെ? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. Next question, how many 16-bit segment register does 8086 have? 8086ന് എത്ര 16 ബിറ്റ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 4. ഓക്കെ, 4 ആണ് അതിന്റെ കൗണ്ട്. Next question, the interrupt servicing mechanism in which the requesting devices identify itself to the processor to be serviced is. ഓക്കെ, അതിന്റെ ആൻസർ എന്താണ്? പോളിംഗ്, വെക്ടേർഡ് ഇന്ററപ്റ്റ് നെസ്റ്റിംഗ്, സൈമൾട്ടേനിയസ് റിക്വസ്റ്റിംഗ്. സോ എന്താണ് പറയുന്നത്? ഇന്ററപ്റ്റ് സർവീസ് മെക്കാനിസം ടു വിച്ച് റിക്വസ്റ്റിംഗ് ഡിവൈസ് ഐഡന്റിഫൈ ഇറ്റ്സെൽഫ് ടു ദ പ്രോസസർ. ഓക്കെ, ഏത് പ്രോസസർ ആണോ അതിനെ സർവീസ് ചെയ്യേണ്ടത് അതിന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇന്ററപ്റ്റ് സർവീസ് മെക്കാനിസത്തിന് പറയുന്ന പേരെന്താണ്? വെക്ടേർഡ് ഇന്ററപ്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. Next question, destructor has the same name as the constructor and it is preceded by dash in C++. Option A, $, option B, option C, exclamation, option D, @. ഓക്കെ, അപ്പൊ ഏത് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം C++ലുള്ളതാണ് ഡിസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. സോ ഇത് കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറിന്റെ പ്രത്യേകത എന്താണ്? ക്ലാസ് നെയിം എന്താണോ അത് തന്നെ ആയിരിക്കും ഈ ഒരു കൺസ്ട്രക്ടറിനും ഡിസ്ട്രക്ടറിന്റെയും നെയിം എന്ന് പറയുന്നത്. സോ കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറും നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് ഡിസ്ട്രക്ടറിന്റെ മുമ്പിൽ നമ്മൾ ഈ ഒരു ടിൽഡ് സൈൻ അല്ലെ, ഈ ഒരു സൈൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ എഴുതിയതിനു ശേഷമാണ് ഡിസ്ട്രക്ടർ നെയിം നമ്മൾ എഴുതുക. ഓക്കെ, സോ അങ്ങനെയാണ് കൺസ്ട്രക്ടറിനെയും ഡിസ്ട്രക്ടറിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. Next question, which of the following statement is correct for switch controlling expression? സ്വിച്ചിന്റെ കേസിൽ ഏത് താഴെ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ്. സോ നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഓൺലി ഇന്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്വിച്ച് കൺട്രോളിംഗ് എക്സ്പ്രഷൻ. സോ ഒരു സ്വിച്ചിനകത്ത് നമ്മളൊരു ഒരു സ്വിച്ചിങ് വേരിയബിൾ ഉണ്ട് അല്ലെ, ആ വേരിയബിളിന്റെ ഡാറ്റ എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ഏത് കേസാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സോ ആ വേരിയബിൾ ഇന്റീജർ ടൈപ്പ് മാത്രമേ ആവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. സോ ബേസിക്കലി ആ വേരിയബിൾ ഏതൊക്കെ ആവാം? ഇന്റീജറും ആവാം, ക്യാരക്ടറും ആവാം. ഓക്കെ, സോ ആ ഒരു സ്വിച്ചിങ് വേരിയബിൾ ഇറ്റ് ക്യാൻ ബി ഐദർ ഇന്റീജർ ഓർ ക്യാരക്ടർ. സോ ഈ ഓപ്ഷൻ ബി എന്ന് പറയുന്നതാണ് ഇവിടത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഇവിടെ സ്റ്റീൽ പറയുന്നത് നോക്കൂ, ഇന്റീജർ, ക്യാരക്ടർ ആൻഡ് ഫ്ലോട്ട് ആവാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫ്ലോട്ട് വാല്യൂ ഒരിക്കലും വരാൻ പാടില്ല. ഓക്കെ, സ്വിച്ച് കേസിനകത്ത് ഒരിക്കലും ഫ്ലോട്ട് വാല്യൂ സ്വിച്ചിങ് വേരിയബിളിൽ വരാൻ പാടില്ല. സോ അത് തെറ്റാണ്. ദെൻ സ്വിച്ചിങ് കൺട്രോൾ എക്സ്പ്രഷൻ ക്യാൻ ബി എംറ്റി, അതും തെറ്റാണ്. ഓക്കെ, എംറ്റി ആയിരിക്കാൻ പാടില്ല. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സ്വിച്ചിങ് വേരിയബിൾ എപ്പോഴും ഇന്റീജറും ക്യാരക്ടറും ആയിട്ടാണ് വരേണ്ടത്. വേറെ ഡാറ്റ ടൈപ്പ് ഒന്നും അത് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് ഡിക്ലറേഷൻ ഇൻ സി ലാംഗ്വേജ്? ഇന്റ് ബ്രാക്കറ്റില് *p സ്ക്വയർ ബ്രാക്കറ്റില് 5. ഓക്കെ, സോ ഈ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തിനാണ്? ഓക്കെ, ഈ ഒരു റെപ്രസെന്റേഷൻ കണ്ടോ, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് അറേ ഓഫ് പോയിന്റേഴ്സിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അറേ ഓഫ് പോയിന്റേഴ്സ്. ഓക്കെ, സോ ഇവിടെ കണ്ടോ, P is an array of 5 pointers to an integer. Okay, so അത് പോയിന്റ് ചെയ്യുന്നത് ഒരു ഇന്റീജറിലേക്കാണ്. ദിസ് ഇസ് ഈ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അറേ ഓഫ് പോയിന്റേഴ്സ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റുകളും ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു എവ്രിവൺ.